Hi guys, welcome back to my channel Surumi Bros. Today topic ഒരു ടിപ്സ് വീഡിയോ ആണ്. വീഡിയോ ഒക്കെ എടുത്ത് ക്ഷീണിച്ച് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ചക്കക്കൂട്ടാനും ഉണ്ട്. വേണ്ടവരൊക്കെ വീട്ടിലേക്ക് വന്നോളേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ചാനൽ സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വേഗം ഒന്ന് സബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണുക. നമുക്ക് അലക്കുന്ന കാര്യത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ റിംഗ് കർട്ടനും അതുപോലെ ബ്ലാങ്കറ്റും. ഒന്നുകിൽ ബ്ലാങ്കറ്റ് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഷോപ്പിൽ കൊടുക്കും, അതിലെ മെഷീനിലൊരിക്കലും കുറച്ച് കനമുള്ളതൊന്നും ആയിട്ടുള്ള ബ്ലാങ്കറ്റ് നമുക്ക് അലക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരു 4 ടിപ്സുമായിട്ടാണ് വീഡിയോസ് ഫുള്ള് വാച്ച് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ടിപ്സ് നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സ്കൈ വാഷ് ഒരു സ്പൂണ് എന്നല്ല, അതിൻ്റെ ഒരു മൂടി ഒരു ഹാഫായിട്ട് എടുക്കുക. എന്നിട്ട് അതും ഒരു ഗ്ലാസ് വിനിഗറും നമ്മൾ മെഷീനിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു, ആ ഒരു സ്റ്റെപ്പ് ഞാനിതിൽ സ്കിപ്പ് ചെയ്തു പോയി, സോറി. അപ്പോൾ ആദ്യം നമ്മൾ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്തിടുക, മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഉപ്പയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ഞാൻ ഫോണും പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേക്ക് ഫോൺ വീഴണ്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് തന്നതാണ്. ഇനി നമ്മൾ മെഷീൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്, ഇട്ടാൽ മെഷീൻ കേടുവരും ഉറപ്പാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ടിപ്സ് ട്രൈ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്തേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരില്ലേ. ഹാഫ് അവർ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ബ്ലാങ്കറ്റ് ഇട്ട് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ നമ്മൾ അലക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ കണ്ടോ, ഇതിൽ നിന്നും നന്നായിട്ട് തന്നെ ചളികളും പൊടികളെല്ലാം പോരുന്നുണ്ട്. ഹാഫ് അവർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഡ്രെയിലിട്ട് വെക്കുക. എന്ന് വെച്ചാൽ വെള്ളം ഒഴിവാക്കാനുള്ളത് ഒന്ന് ആക്റ്റീവാക്കി കൊടുക്കുക മെഷീൻ്റെ. ഒരു 3 തവണയെങ്കിലും നമ്മൾ ഹാഫ് അവർ കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 3 തവണ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും ഇതിന് നമ്മൾ വെള്ളം കുറച്ച് കഴിയുമ്പോഴേക്ക് 3 തവണയും നമ്മൾ ഒരിക്കലും ഈ ബേക്കിംഗ് സോഡ അതുപോലെ ഉള്ള സ്കൈ വാഷ് ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. 3 തവണ ആക്കിയതിന് ശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഡ്രെയിലിട്ട് വെച്ചിട്ട് ഒരു 3 അവറിൻ്റെ ശേഷം അത് നോക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ടാവും. പക്ഷേ അതൊന്ന് വെയിൽ കൊണ്ടാലേ റെഡി ആവുള്ളൂ. 3 തവണ ആക്കിയതിന് ശേഷം ഞാനൊന്ന് വെള്ളം ആക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ഇതാ നോക്കി, ഇപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ബ്ലാങ്കറ്റ് പെട്ടെന്ന് ക്ലീൻ ആയി. ഇനി ഇത് നമ്മളൊന്ന് ഡ്രെയിനിലിട്ട് വെച്ചിട്ട് 3 അവറിന് ശേഷം നമ്മൾ അയലിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഹാഫ് അവർ നമ്മളിതുപോലെ ബേക്കിംഗ് സോഡ എല്ലാം ഉള്ള ആ വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം ഒന്നും കയ്യിലിട്ടിട്ട് വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിൽ ഒന്നും ഇടരുത്. ആ വെള്ളം ഒരു ഹാഫ് അവർ കഴിയുമ്പോൾ ഒഴിവാക്കുക. പിന്നെയും അങ്ങനെ 3 തവണ തുടർന്നുകൊണ്ടിരിക്കുക. 4-ാം പ്രാവശ്യം ഇതാ നമ്മൾ ട്രെയിലിട്ട് വെച്ചിട്ട് പിന്നെ ഇതത് നമ്മൾ വെള്ളമാക്കി കൊടുക്കണ്ട. നമുക്ക് അതിൻ്റെ വെള്ളം വാർന്ന് കഴിയുമ്പോൾ ഒരു 3 അവർ എങ്കിലും നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ വെള്ളം മിറ്റിയിട്ട് പെട്ടെന്ന് അത് കനമില്ലാതായിക്കോളും. ഒരിക്കലും മെഷീൻ തിരിച്ചു കൊടുക്കരുത്. ഒരു താങ്ക്സ് പറയാനുണ്ട്. ഒരുപാട് പേര് വിളിച്ചിരുന്നു ഫ്രിഡ്ജിൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഇനി ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങൾ ഓരോ വീഡിയോസും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ഇട്ടിട്ട് പോകരുത് ദയവ് ചെയ്തിട്ട്. എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അത് റിസൾട്ട് എന്ത് തന്നെയായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. നമ്മുടെ സിറ്റ് ഔട്ടിലോ ബാത്റൂമിലോ ബ്ലാങ്കറ്റ് വിരിച്ചിടുക. അതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ ബേക്കിംഗ് സോഡയും വിനിഗറും മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചിടുക. അതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം. പക്ഷേ അപ്പോൾ ഡബിൾ പണിയാണ്. നമ്മൾ സിറ്റ് ഔട്ടും ബാത്റൂമും എല്ലാം പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കണം. അതുകൊണ്ട് ആ ഒരു ടിപ്സ് ഞാൻ ഇതിലേക്ക് ഇത് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതും എല്ലാവരും ഒരുവിധം പേരെല്ലാം ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയാണ്. പക്ഷെ അത് എക്സ്ട്രാ പണിയാണ്. അതൊന്നും ഇല്ല. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പാണിത്. നമ്മൾ ബ്ലാങ്കറ്റ് നമ്മുടെ ഗേറ്റിൻ്റെ മുകളിൽ നന്നായിട്ട് വിരിച്ചിടുക. അതിന് ശേഷം നമ്മൾ ഒരു ഓസോ ബക്കറ്റോ യൂസ് ചെയ്തിട്ട്, ഓസ് തന്നെ ആവും നന്നാവുക, ബക്കറ്റ് കൊണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നനയില്ല. ആദ്യം നന്നായിട്ട്
നനച്ചിടുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ചു തന്ന ബേക്കിംഗ് സോഡയും വിനിഗറുള്ള ലായനി ഇതിലേക്ക് സ്പ്രെഡാക്കിയിടുക. മൊത്തത്തിൽ അത് സ്പ്രെഡായെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനിടുക. അതിനുശേഷം നമ്മുടെ ഓസോ ബക്കറ്റോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ നനച്ചെടുക്കുക. കഴിയുന്ന പോലെ ഓരോ ഭാഗങ്ങളെല്ലാം നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. അത് ആ ഗേറ്റിൽ കിടന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നന്നായിട്ട് ഉണങ്ങിക്കോളും. ഇനി ഒരു ദിവസം കൊണ്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കൂടെ ഒന്ന് ഗേറ്റിൽ കൊണ്ടുവന്നിടുക. ആദ്യത്തെ ദിവസം തന്നെ വെള്ളമെല്ലാം വറ്റി ഒരു ഹാഫ് ആണെങ്കിലും അതിൻ്റെ ഉണക്കാവും. നല്ല വെയിലാണെങ്കിൽ അന്ന് തന്നെ ആവും. ഇനി ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഞാൻ കുറച്ച് സ്പീഡിൽ പറയാൻ അതിന് ഇനി ആരും കംപ്ലൈൻറ്റ് പറയരുത്. ഫ്രിഡ്ജിൻ്റെ വീഡിയോസിൽ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, സ്ലോ ആയിട്ടാണ് പറയുന്നത്, ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കണമെന്ന്. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വെള്ളവും വിനിഗറും സ്കൈ വാഷും എല്ലാം യൂസ് ചെയ്തിട്ട് ഇവിടെ നന്നായിട്ട് വെള്ളം ഇട്ടിട്ടുണ്ട്. ഇത് ഈ വെള്ളം നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, നല്ല ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി അതിലേക്ക് മൂന്നാമത്തെ ബ്ലാങ്കറ്റും ഞാൻ ഇടുകയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ നമ്മൾ ബ്ലാങ്കറ്റ് ക്ലീനിങ് എല്ലാം തീരും. 3 ബ്ലാങ്കറ്റ് 4 ഉണ്ടെങ്കിൽ ഗേറ്റിൻ്റെ 2 ഭാഗത്ത് ഇടുക, അതല്ലെങ്കിൽ 1 ബാത്റൂമിൽ ഇടുക. ഇനി വേണമെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വലിയ ചെമ്പിൽ ഇത് ഇട്ടാലും മതി. എന്നിട്ട് ഇതിൽ ചവിട്ടിയിട്ടൊക്കെ ആയിരുന്നു ആദ്യം ഞങ്ങൾ ക്ലീൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ക്ലീൻ ചെയ്ത പോലെ തന്നെ ഒരു ഹാഫ് അവറോളം നമ്മളിത് ഇങ്ങനെ പൊതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഈ ഒരു വെള്ളത്തിൽ. അതിനുശേഷം ഇത് കുറച്ച് വലിപ്പമുള്ള ബ്ലാങ്കറ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം എടുത്തൊഴിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് ഒഴിക്കാം, എന്നാലും അത് ക്ലീൻ ആവില്ല. അപ്പോൾ അങ്ങനെ എടുത്തൊഴിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, നമ്മളിതിലേക്ക് ഓസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം അങ്ങനെ അതിൽ കിടന്നിട്ട് ക്ലിയർ ആയിക്കോളും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു ഹാഫ് അവർ കഴിഞ്ഞ് നമ്മൾ ഇതങ്ങനെ ഹാഫ് അവർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളത്തിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ബേക്കിംഗ് സോഡയും വിനിഗറും കൂടെ അതിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ട് അതിലെ ചെളികളെല്ലാം ഇതാ നോക്ക്, വെള്ളത്തിൻ്റെ കളറ് നോക്ക്. നമ്മൾ ബ്ലാങ്കറ്റ് എപ്പോഴും എടുക്കാത്തതാണ്. അപ്പോൾ ആ എടുക്കുന്ന ടൈമിൽ അത് നല്ല ക്ലീൻ ആക്കാൻ നല്ല ഹെൽപ്പാണിത്. നമുക്ക് കുറേ ജോലിയും കുറവാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു. അപ്പുറത്ത് റിംഗ് കർട്ടൻ റെഡിയാക്കി. വീട്ടിലെ കിച്ചൺ ഡ്യൂട്ടീസ് വീട്ടിൽ ഒറ്റക്കാണ്, ഉമ്മയുണ്ട് ഹെൽപ്പിന്, പക്ഷേ വയ്യാത്ത ആളാണ്. എന്നാലും കഴിയുന്ന പോലെ ഉമ്മ കൂട്ടിത്തരും. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ചെയ്യാം. ഒരു ഹാഫ് അവർ കൂടുമ്പോൾ അങ്ങനെ ഇത് വെള്ളം ക്ലിയർ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഇനിയാണ് നമ്മൾ ഈ കൊട്ട വെച്ചിട്ട് എന്താ ചെയ്യാന്നുള്ളത് നോക്കാം. തമ്പനയിൽ കണ്ട പോലെ ഇത് മരത്തിൻ്റെ മുള കൊണ്ടുള്ള കൊട്ടയായാലും ഏത് കൊട്ടയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഉള്ളത് ഈ കൊട്ടയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഓവറായിട്ടുള്ള വെയിറ്റ് ഉള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊട്ട ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ ഇതിലേക്ക് ആക്കിയിട്ട് ഇത്തിരി പിഴിഞ്ഞിട്ടൊക്കെ എടുക്കുക. ഇനി പിയാൻ പറ്റാത്തവർക്കും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. അപ്പോൾ വെള്ളം കുറച്ച് വാരും. വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം ഒന്നുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക. ഇനി ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിത് എപ്പോഴും എടുക്കാത്തതായതുകൊണ്ട് ഞാനിത് ഒന്നുകൂടെ ഇതിലേക്ക് ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ രണ്ടാം തവണ ഒന്നുകൂടെ ഇട്ടപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കൊട്ടയിലേക്ക് തന്നെ മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്താൽ വർഷത്തിലൊരിക്കൽ നമ്മളിത് ചെയ്താൽ മാത്രം മതി. ഒരിക്കലും ഇതിൻ്റെ ആവിഞ്ഞ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് മിസ്സാവില്ല. ഇതാ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ കൊടുത്താലൊന്നും നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവില്ല. എപ്പോഴും ഇത് ക്ലീൻ ചെയ്യാനും പറ്റില്ല. വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടാവട്ടെ. എന്നിട്ട് ഇത് കൊട്ടയിലേക്ക് വാരി വെക്കുക. അതിനുശേഷം ചിലർക്ക് ഇത് മുകളിൽ വെള്ളം ഒഴിക്കാതിരുന്ന ഒരു വിഷമാവും, ക്ലീൻ ആയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഉമ്മമാർക്ക്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഓസ് കൊണ്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുക. ഇനി ഇങ്ങനെ ഒരു 3 അവർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയ പോലെ ഉണ്ടാവും നമ്മുടെ ബ്ലാങ്കറ്റ്. എന്നിട്ട് നമുക്കിത് അയലിലോ അതല്ലെങ്കിൽ ഗേറ്റിൻ്റെ മുകളിലോ നമുക്ക് എവിടെയാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് മെഷീനിലിടാം. നന്നായിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ലതാ ക്ലീൻ ആയിട്ടുണ്ട്, വെള്ളം ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ബ്ലാങ്കറ്റും
ഞാനിവിടെ അയലിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സ് എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഞങ്ങളെ കമൻസ് ആയിട്ട് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകൾ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ അതുപോലെ റിംഗ് കർട്ടൻ യൂസ് പലരും പറയാറുണ്ട്, അതിൻ്റെ റിങ് കേടുവരും, പിന്നെ അത് മെഷീനിലിടാൻ ബുദ്ധിമുട്ടാണ്, മെഷീനിലിട്ട ടോട്ടൽ കെട്ടി കുടുങ്ങിയിട്ട് റിങ്ങെല്ലാം പാറിപ്പോവാന്ന്. അതിനുള്ള നല്ലൊരു ടിപ്സാണിത്. കർട്ടൻ്റെ എല്ലാ റിങ്ങും ഒരുമിച്ച് നമ്മളിങ്ങനെ പിടിക്കുക. അതിന് ശേഷം അതൊരു ചിരടോ അതല്ലെങ്കിൽ നമ്മൾ പാവാട എല്ലാം കിട്ടുന്ന കയറില്ല അതോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയറോ യൂസ് ചെയ്തിട്ട് ടോട്ടൽ ഒന്ന് കെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കെട്ട് നമ്മൾ പുറമേ ഇട്ടിട്ട് മെഷീനിലേക്ക് ഇട്ടാൽ മതി. റിംഗ് കർട്ടൻ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പക്ഷേ റിംഗ് കർട്ടനിലേക്ക് നമ്മളൊരിക്കലും ഈ നേരത്തെ പറഞ്ഞ ലൈന് ഒഴിക്കരുത്, അതിന് പകരം ഷാമ്പു ഒഴിക്കുക. ഷാമ്പു ആകുമ്പോൾ റിംഗ് കർട്ടൻ്റെ ആ സോഫ്റ്റ്നെസ്സും അതിൻ്റെ ഈ കളർഫുള്ളൊന്നും മാറില്ല. ഷാമ്പുവും ഇച്ചിരി വിനിഗറും മാത്രം ഒഴിച്ചാൽ മതി റിംഗ് കർട്ടൻ ക്ലീൻ ചെയ്യുമ്പോൾ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.